ഹായ് എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ വീടുകളിലുള്ള എലിയുടെയും പെരിച്ചാഴിയുടെയും ഒക്കെ ശല്യം ഒഴിവാക്കാനായിട്ടുള്ള ഒരു അടിപൊളി ടിപ്പായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കതെന്താണെന്ന് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഗോതമ്പ് പൊടിയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ വലിയൊരു സ്പൂണിൽ 2 സ്പൂൺ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. നമുക്ക് എത്രമാത്രം ആവശ്യമുണ്ടോ അതനുസരിച്ച് നമുക്ക് പൊടിയെടുക്കാവുന്നതാണ് കേട്ടോ. ഇനി ഗോതമ്പ് പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ അരിപ്പൊടിയാണ് ഉള്ളതെങ്കിൽ അത് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ഗോതമ്പൊക്കെ കൂടുതൽ എലികൾക്ക് ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഗോതമ്പ് പൊടി ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കാൻ ശ്രമിക്കുക. പിന്നെ നമുക്ക് വേണ്ടത് 1 സ്പൂൺ ബേക്കിംഗ് സോഡയാണ്. അത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു നാഫ്തലിൻ ബോളും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ കോൾഗേറ്റിൻ്റെ പേസ്റ്റാണ്. അപ്പോൾ നമ്മളൊക്കെ പല്ല് തേക്കാൻ ഉപയോഗിക്കുന്ന ഏത് പേസ്റ്റ് വേണമെങ്കിലും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഡെറ്റോൾ കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരുപാട് ഡെറ്റോളൊന്നും ഒഴിക്കേണ്ട, ഒരു അല്പം ഡെറ്റോൾ നമുക്കൊന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഡെറ്റോൾ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വിനാഗിരിയാണ്. അപ്പം നമ്മൾ വിനാഗിരിയിലാണ് ഈ ഒരു നമ്മുടെ ഈ ഗോതമ്പ് പൊടി കുഴച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിത് കുഴച്ചിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു പരുവത്തിന് വേണം നമുക്കിത് കുഴച്ചെടുക്കാനായിട്ട്. അപ്പം നമ്മളിതിൽ വെള്ളം ചേർക്കരുത്. വെള്ളം ചേർക്കാതെ തന്നെ വിനാഗിരി ഒഴിച്ചിട്ട് തന്നെയാണ് കേട്ടോ ഞാനിത് കുഴച്ചെടുക്കുന്നത്. അപ്പം വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വിനാഗിരി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ കുഴച്ചിടാം. അപ്പോൾ ഞാൻ ആദ്യം ഒഴിച്ചത് തികഞ്ഞില്ല, കുറച്ചുകൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്നത് ഇങ്ങനെ കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ കുഴച്ചിട്ട് നമുക്കിത് ചെറിയ ചെറിയ ബോളുകളായിട്ടൊന്ന് ഉരുട്ടിയെടുക്കണം. അപ്പോൾ ഞാനിവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് എല്ലാം കൂടി. ഇനി നമുക്ക് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക, എന്നാലേ ഉള്ളത് റെഡി ആവത്തുള്ളൂ. ഇനിയിപ്പോൾ നാഫ്തലിൻ ബോളൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും കൈക്കൊക്കെ അലർജിയോ ബുദ്ധിമുട്ടോ ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഗ്ലൗസോ കവറോ എന്തെങ്കിലും ഇട്ടിട്ട് നമ്മൾ ചെയ്യുന്നതാണ് കേട്ടോ നല്ലത്. ഞാനിപ്പോൾ കൈ കൊണ്ട് തന്നെ ഉരുട്ടിയെടുക്കുകയാണിത്. ഈ കൈ കൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടി എടുക്കുക കേട്ടോ, ബോൾസാക്കി എടുക്കുക എല്ലാം. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്ന പൊടിക്ക് നമുക്ക് ഇത്രയും ബോൾസുകൾ ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ വീട്ടിൽ എലിശല്യമുള്ള ഭാഗത്ത്, എലിയും പെരിച്ചാഴിയൊക്കെ ഇറങ്ങി വരുന്ന ഭാഗത്ത്, അവരുടെ മാളങ്ങളുള്ളിടത്ത് അവർ വരുന്ന വഴിക്ക് ഒക്കെ നമുക്കിതുകൊണ്ട് വെച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അവർ ഇത് തിന്നിട്ട് പിന്നെ അവർ ചത്തുപോക്കുള്ളൂ, അതാണ് കേട്ടോ ഉണ്ടാവുക. പിന്നെ അവരുടെ ശല്യം നമുക്ക് ആ ഭാഗത്തേക്ക് ഉണ്ടാവത്തില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ടിപ്പൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് എലിയും പെരിച്ചാഴിയൊക്കെ ഓടിക്കാനുള്ളത്. അപ്പം എല്ലാവരും ഈ ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂടാതെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.